നമസ്കാരം, ഞാൻ ലിസി. നമ്മൾ ഇന്ന് തയ്ക്കാൻ പോകുന്നത് ഒരു സ്കേർട്ടാണ്. 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ സ്കേർട്ട് തയ്ക്കുന്നത്. ഇതിനായി ഓർഗാൻസ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. 1.5 മീറ്റർ തുണിയാണ് ഉള്ളത്. ഈ തുണി ആദ്യം നടുവേ ഒന്ന് മുറിക്കണം. നീളം കിട്ടാൻ വേണ്ടിയാണ്. 20 ഇഞ്ച് വീതിയാണ് ഇങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ കിട്ടുന്നത്. എന്നിട്ട് അവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. പടിക്കായിട്ട് 5 ഇഞ്ച് വീതി തുണി നേരത്തെ തന്നെ മുറിച്ച് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ഈ തുണിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ലോങ് സ്റ്റിച്ച് ഇട്ട് അടിക്കാം. ഇതാ നമ്മൾ ലോങ് സ്റ്റിച്ച് ഇട്ട് അടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഒരറ്റത്തിൽ നിന്ന് നൂല് വലിച്ച് ഞൊറിയിടാം. നമ്മൾ നൂല് വലിച്ച് ഞൊറിയിട്ടെടുത്തിട്ടുണ്ട്. ഇനി തുണിയുടെ അടിഭാഗം അല്പം വീതിയിൽ മടക്കിയടിക്കാം. ഇറക്കത്തിനനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഈ മിടിക്ക് ഒരു 17 ഇഞ്ച് ഇറക്കമാണ് വേണ്ടിയത്. അപ്പം അതിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ അടിയിലത്തെ പടി അടിക്കേണ്ടത്. നമ്മളങ്ങനെ വീതിയിൽ അടി തയ്ച്ചെടുത്തു. ഇതുപോലെ തന്നെ ലൈനിങ്ങും അടിച്ചെടുക്കാം. 1 മീറ്റർ ലൈനിങ് തുണിയാണ് എടുത്തിരിക്കുന്നത്. അത് നടുവേ മുറിച്ച് കൂട്ടി യോജിപ്പിക്കണം. എന്നിട്ട് പടിക്കായി 5 ഇഞ്ച് വീതിയിൽ തുണി മുറിച്ച് മാറ്റിയിട്ട് നൂല് വലിച്ച് ഞൊറിയിടുകയും അടി വീതിയിൽ അടിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇത്. ഈ കുട്ടിയുടെ അരവണ്ണം 21 ഇഞ്ചാണ്. അപ്പോൾ ഞൊറിയിട്ട് കഴിയുമ്പോൾ ഒരു 28 ഇഞ്ച് നീളം മെയിൻ തുണിക്കും ലൈനിങ്ങിനും ഉണ്ടായിരിക്കണം. ഇവിടെ അളന്നു കഴിഞ്ഞപ്പോൾ 21 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ 28 ഇഞ്ച് കിട്ടുന്ന രീതിയിൽ ഞൊറിയൊന്ന് ലൂസാക്കി എടുക്കുക. നമ്മൾ ലൈനിങ്ങും മെയിൻ തുണിയും 28 ഇഞ്ച് വണ്ണത്തിലാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് മെയിൻ തുണിയും ലൈനിങ്ങും ഒരുമിച്ച് ചേർത്ത് അടിക്കാം. ഇതാ നമ്മൾ അങ്ങനെ അടിച്ചെടുത്തു കഴിഞ്ഞു. ഇനി പടി അടിച്ച് പിടിപ്പിക്കണം. അകവശത്ത് നിന്ന് വേണം പടി പിടിപ്പിക്കാൻ. പടിയുടെ അകവശത്ത് ലൈനിങ് വെച്ച് സ്കേർട്ടിൻ്റെ ഒരറ്റത്ത് നിന്ന് പടി തയ്ച്ച് പിടിപ്പിക്കാം. ഇനി പടി നല്ല വശത്തേക്ക് മറിച്ച് ചെറുതായി ഒന്ന് മടക്കി അടിച്ചെടുക്കണം. നമ്മൾ അങ്ങനെ പടി പിടിപ്പിച്ചു കഴിഞ്ഞു. ഇനി പടിക്കുള്ളിലൂടെ ഇലാസ്റ്റിക് ഇടണം. 21 ഇഞ്ചാണ് കുട്ടിയുടെ അരവണ്ണം എന്ന് പറഞ്ഞു. അപ്പോൾ 21 ഇഞ്ചിൽ നിന്ന് 3 ഇഞ്ച് കുറച്ച് 18 ഇഞ്ച് നീളത്തിൽ ഇലാസ്റ്റിക് മുറിച്ചെടുക്കുക. ശേഷം ഇലാസ്റ്റിക് പടിയിലൂടെ കയറ്റിയെടുക്കുക. നമ്മളങ്ങനെ ഇലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞു. ഇനി ഇലാസ്റ്റിക്കിൻ്റെ രണ്ടറ്റവും സ്കേർട്ടിൻ്റെ രണ്ടറ്റവും തമ്മിൽ കൂട്ടി അടിച്ചെടുക്കാം. ഇതോടെ മനോഹരമായ ഒരു സ്കേർട്ട് റെഡിയായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാവുന്ന ഒരു സ്കേർട്ടാണിത്. ഇതിൻ്റെ കൂടെ ചെറിയ സ്ലീവ്ലെസ് ടോപ്പ് കൂടി ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്ച്ചു നോക്കാൻ ശ്രമിക്കണം. അഭിപ്രായങ്ങളും അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി.